നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം തലക്കെട്ട്. പശ്ചിമേഷ്യൻ യുദ്ധം കനക്കുന്നു. നെതന്യാഹുവിന്റെ ഓഫീസ് ആക്രമിച്ച് ഇറാന്റെ ഇടക്കാല ഭരണാധികാരിയെ ഇസ്രയേൽ വധിച്ചെന്ന് റിപ്പോർട്ട്. സൗദി ആരാംകോ റിഫൈനറിയിലും ഒമാനിൽ എണ്ണക്കപ്പലിന് നേരെയും ആക്രമണം. ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. യൂറോപ്പിലേക്കും ആക്രമണം വ്യാപിപ്പിച്ച് ഇറാൻ. സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളം ആക്രമിച്ചു. അമേരിക്കയുടെ F-15 വിമാനം തകർത്തു. വിമാനം വീണത് കുവൈറ്റിൽ. കുവൈറ്റിലെ US ബേസിലും എംബസിക്കും നേരെ ഇറാന്റെ ആക്രമണം. ആശങ്കയിൽ ഗൾഫ് രാജ്യങ്ങൾ. ബഹ്റിനിൽ മുന്നറിയിപ്പ് സൈറണുകൾ. അബുദാബിയിൽ സ്ഫോടനങ്ങൾ. പ്രത്യാക്രമണത്തിന് ഖത്തർ. യുദ്ധവിമാനങ്ങൾ ഒരുക്കുന്നു. ഗൾഫിലെ SSLC +2 പരീക്ഷകൾ മാറ്റിവെച്ചു. വിമാന സർവീസുകളിൽ ഇപ്പോഴും അനിശ്ചിതത്വം. ഗൾഫിലേക്കുള്ള കൂടുതൽ സർവീസുകൾ റദ്ദാക്കി. യൂറോപ്പിലേക്കുള്ള റൂട്ടുകളിലും അനിശ്ചിതത്വം. കേരളത്തിൽ നിന്നുള്ള സർവീസുകളും നിലച്ചു. രാജ്യാന്തര വിപണിയിൽ എണ്ണവിലയും കുതിക്കുന്നു. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $82.37 ഓഹരി വിപണിയിൽ വൻ തകർച്ച. സ്വർണത്തിനും വില കുറഞ്ഞു. CPM സിറ്റിംഗ് MLA-മാരിൽ MM മണിക്കും AC മൊയ്തീനും മത്സരിക്കില്ല. ഉടുമ്പൻചോലയിൽ KK ജയചന്ദ്രൻ സ്ഥാനാർത്ഥി. കുന്നംകുളത്ത് M സ്വരാജിനെ മത്സരിപ്പിക്കാൻ നീക്കം. 6 സിറ്റിംഗ് MLA-മാരെ ഒഴിവാക്കി CPI. കുറ്റ്യാടി സീറ്റിനെ ചൊല്ലി CPM കേരള കോൺഗ്രസ് തർക്കം. കോൺഗ്രസിൽ 40 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണ. പാലക്കാട് രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയാകും. വട്ടിയൂർക്കാവിൽ K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം. പ്രഖ്യാപനം പുതുയുഗയാത്രയ്ക്ക് ശേഷം. ആറ്റുകാൽ പൊങ്കാല നാളെ നടക്കും. ഒരുക്കങ്ങൾ പൂർണ്ണം. ഭക്തി നിർഭരമായി ചോറ്റാനിക്കര മകം തൊഴൽ. വിശദമായി കടക്കുമ്പോൾ ഗൾഫിലുടനീളമുള്ള US ആസ്തികൾ ഇറാൻ ആക്രമിക്കുന്നത് തുടരുകയാണ്. അതിർത്തി കടന്നുള്ള വെടിവയ്പ്പിന് മറുപടിയായി ലബനനിൽ ഉൾപ്പെടെയുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ തുടങ്ങിയതായി ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചു. അതേസമയം റവല്യൂഷണറി ഗാർഡ് സൗകര്യങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, കമാൻഡിംഗ് സെന്ററുകൾ എന്നിവ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ടെഹ്റാനിൽ ആക്രമണങ്ങൾ തുടരുകയാണ്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് നശിപ്പിച്ചതായി US സൈന്യം വ്യക്തമാക്കി. അതിനിടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുണ്ട്. ഒമാനിലെ എണ്ണ ടാങ്കറിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. മനു ഭരത് ചേരുന്നു. മനു, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഇറാൻ തിരിച്ചടിക്കുന്നു. അതേസമയം ഇറാന്റെ ഇടക്കാല ഭരണാധികാരിയെ പോലും വധിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരും. സജിത്ത്, ഇന്നത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം, വളരെ സങ്കീർണവും ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. അതിൽ ഒന്നാമത്തേത് ഇറാനിലെ താൽക്കാലിക പരമോന്നത നേതാവ് അലിറാസ് അറാഫിയുടെ മരണം എന്നത് ചില സമൂഹ മാധ്യമങ്ങളിൽ വന്നു. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചു. പക്ഷേ ഇതിനൊന്നും തന്നെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. മറ്റ് ഒരു സുപ്രധാന വാർത്ത ഇന്ന് പുറത്തു വന്നത് ഈ റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ ഒരു പ്രതികരണമാണ്. അവർ വ്യക്തമാക്കിയത് ഇസ്രയേലിലേക്ക് കനത്ത ഒരു ആക്രമണം തങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് റവല്യൂഷണറി ഗാർഡ്സ് കോർ വ്യക്തമാക്കി. അത് ട്രൂ പ്രോമിസ് ഫോർ ഓപ്പറേഷൻസ് എന്ന ഒരു ഓപ്പറേഷനാണ് നടത്തിയത്. 10th വേവ് ഓഫ് ട്രൂ പ്രോമിസ് ഓപ്പറേഷനാണ് അവർ നടത്തിയത്. അത് ഈ ടെൽ അവീവിലെ ഗവൺമെൻറ് കോംപ്ലക്സിലേക്കാണ് ഈ ആക്രമണം നടത്തിയത് എന്നവർ വ്യക്തമാക്കിയിരുന്നു. ആ ആക്രമണവും തോടൊപ്പം
ഈ ജെറുസലേമിലെ ഈസ്റ്റ് അൽ ഖുദ്സിലും ഒരു ആക്രമണം നടത്തിയെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഇതിൽ ആണ് ഈ ടെൽ അവീവിലെ ഗവൺമെൻറ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇറാനിയൻ ആക്രമണം നടന്ന ഈ പ്രദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ ആസ്ഥാനമാണ്. അവിടെ ബെന്യാമിൻ നെതന്യാഹു ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഈ ആക്രമണം നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പരിക്കേറ്റോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. പക്ഷേ അങ്ങോട്ടേക്ക് തങ്ങൾ ഒരു ആക്രമണം നടത്തി എന്ന് ഇറാൻ വ്യക്തമായി അവകാശപ്പെടുകയാണ്. അതിന് അവർ ഒരു മിസൈൽ സംവിധാനം ഉപയോഗിച്ചു എന്ന് പറയുന്നു. അത് ഈ ഖൈബർ ഷേഖാൻ എന്ന ഒരു മിസൈൽ ആണ്. അത് മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ 1450 കിലോമീറ്റർ ദൈർഘ്യത്തിൽ പ്രതിയോഗികളെ ആക്രമിക്കാൻ കഴിയുന്ന ഒരു തേർഡ് ജനറേഷൻ അല്ലെങ്കിൽ മൂന്നാം തലമുറ ഒരു മിസൈൽ സംവിധാനമാണ് 2022 ഇറാൻ പുറത്തിറക്കി. അപ്പോൾ ഇങ്ങനെ ഒരു വ്യാപക ആക്രമണം നടന്നു എന്ന ഒരു വിവരം IRGC പുറത്തുവിടുന്നു. അത് പക്ഷേ നെതന്യാഹുവിൻ്റെ നിലവിലെ സാഹചര്യം എന്ത് എന്നത് വ്യക്തമല്ല. നെതന്യാഹുവിൻ്റെ ഒരു ട്വിറ്റർ പോസ്റ്റ് വന്നിട്ട് കുറേ സമയമായി. ഏറ്റവും ഒടുവിൽ ഒരു 10-17 മണിക്കൂർ മുമ്പാണ് നെതന്യാഹു ട്വിറ്ററിൽ മൊസാദ് തലവനും അതുപോലെ മറ്റ് സൈനിക മേധാവികളുമൊക്കെയായി ഉള്ള ചർച്ച ചെയ്യുന്ന താൻ ചർച്ചകളിലാണ് എന്ന തരത്തിലൊരു പടം പുറത്തുവിടുകയും അതിൻ്റെ വിശദീകരണങ്ങൾ നൽകുകയും ചെയ്തത്. ഏതായാലും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർ അവർ ഇപ്പോഴും ഒരു പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത് തങ്ങൾ ഇറാൻ്റെ ശക്തിയാണ്, പ്രതിയോഗികളെ തങ്ങൾ മുട്ടിൽ ഇഴയ്ക്കും എന്ന തരത്തിൽ അവർ പ്രതികരണങ്ങൾ നടത്തുന്നു. ഒപ്പം ഈ ഹൂ ഈസ് സ്ട്രോങ്ങർ എന്ന ഒരു ചോദ്യം അവർ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവരുടെ ചില പ്രതികരണങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. അതിൽ അവർ പറയുന്നത് ഇറാൻ്റെ ചാരസംഘടനയുടെ തലവനെ വധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ജലാൽ പോർ ഹുസൈൻ എന്നത് ഈ ചാരസംഘത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ്. ആ വ്യക്തിക്കും ആക്രമണത്തിന് നേരിടേണ്ടി വന്നു എന്ന് പറയുന്നു. സെയ്ദ് യാഹ്യ ഹമീദി ഡെപ്യൂട്ടി മിനിസ്റ്റർ ഇൻ്റലിജൻസ് ആണ് ഇസ്രയേലിലെ. അവിടെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസായ ഇതൊക്കെ നോക്കി നടത്തുന്ന ഇത്തരം ആളുകൾക്ക് നേരെ ചില സുപ്രധാനമായ ആക്രമണങ്ങൾ നടത്താൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്ന തരത്തിൽ ഉള്ള പ്രതികരണങ്ങൾ അവർ നടത്തുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സങ്കീർണമായ ഒരു സാഹചര്യം. ഇതിനോടൊപ്പമാണ് അവിടെ നതൻസിൽ ഒരു ആക്രമണം ഇപ്പോൾ നേരത്തെ നടത്തിയെന്ന ഇസ്രായേലിൻ്റെ വാദം ഇറാൻ അംഗീകരിച്ചത്. അത് ഒരു ആണവ ഊർജ്ജ കേന്ദ്രമാണ്. അപ്പോൾ ആണവ ചോർച്ചയുണ്ടോ എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള സംശയങ്ങൾ അന്ന് ആ ഘട്ടത്തിൽ പുറത്തു വന്നു. പെട്ടെന്ന് തന്നെ ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി അവിടെ വിയന്നയിൽ യോഗം ചേർന്നു. അതിന് ഡയറക്ടർ ജനറൽ റാഫേൽ മറീനോ ഗ്രോസി ഇത് വലിയ ആശങ്ക ഉളവാക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് പരിശോധിക്കുകയും ചെയ്തു. കാരണം ഇത് ആണവ റിയാക്ടറുകളിൽ ചോർച്ചയുണ്ടായാൽ അത് ഒരു വലിയ മേഖലയിലെ ജനങ്ങളെ മുഴുവൻ കൂട്ടക്കുരുതിയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് ആ പ്രദേശത്ത് ഒരു റേഡിയോളജിക്കൽ മെറ്റീരിയൽ ഉണ്ടാവുക എന്നത്, ഒരു റേഡിയേഷൻ ഇമ്പാക്റ്റ് ഉണ്ടാകുക എന്നത് വരാനിരിക്കുന്ന തലമുറയെ പോലും ബാധിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ റേഡിയോളജിക്കൽ റിലീസ് ഉണ്ടോ എന്നതൊരു സംശയം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇന്നത്തെ ഒരു സാഹചര്യം അതീവ ഗൗരവതരം എന്ന് തന്നെയാണ് ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ റാഫേൽ മറീനോ ഗ്രോസി വ്യക്തമാക്കുന്നത്. അപ്പോൾ അദ്ദേഹം നൽകിയൊരു സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു, വി കനോട്ട് റൂൾ ഔട്ട് എ പോസിബിൾ റേഡിയോളജിക്കൽ റിലീസ് വിത്ത് സീരിയസ് കോൺസിക്വൻസസ് ഇൻക്ലൂഡിംഗ് ദ നെസസിറ്റി ടു ഇവാക്യുവേറ്റ് ഏരിയാസ് ആസ് ലാർജ് ആൻഡ് ലാർജർ ദാൻ എ മേജർ സിറ്റി എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു വലിയ നഗരത്തെ തന്നെ മാറ്റിപ്പാർപ്പിക്കേണ്ട തരത്തിലൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടാകും എന്ന തരത്തിലുള്ള മുന്നറിയിപ്പാണ് ഈ റേഡിയോളജിക്കൽ റിലീസ് ഉണ്ടായാൽ വരാൻ പോകുന്നത് എന്നത് അദ്ദേഹം നൽകുന്നു. ഏതായാലും ഈ ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി ഒരു കാര്യം വ്യക്തമാക്കുന്നു, ഇത്തരം ആക്രമണങ്ങളിൽ തികഞ്ഞ സംയമനം ഇരു വിഭാഗവും
പാലിക്കണം എന്ന ഒരു നിലപാട് അവിടെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇന്ന് ഏറ്റവും സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ ലോകം കടന്നു പോകുന്നു. ഇറാൻ പ്രസിഡന്റ് മൗസൂദ് പെഷക്കിയാൻ അവിടെ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ സർക്കാരാണ് തൻ്റേത്. അതുകൊണ്ട് എല്ലാ ജനങ്ങളുടെയും സുരക്ഷയും അതുപോലെ എല്ലാ ജനങ്ങളുടെ ആവശ്യങ്ങളും നടത്തിക്കൊടുക്കുന്നതിനായി സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും മന്ത്രിമാരും വിവിധ വിഭാഗങ്ങളുടെ തലവന്മാരും എക്സിക്യൂട്ടീവ് സംവിധാനങ്ങളും എല്ലാം അവിടെ തുടർച്ചയായി പ്രവർത്തിക്കണം, ഒരു തടസ്സമില്ലാതെ ഇടതടവില്ലാതെ പ്രവർത്തിക്കണം എന്ന് അദ്ദേഹം ആഹ്വാനം നൽകിയിരിക്കുന്നു. ഇനി വേറെ ജർമ്മനിയുടെ നിലപാട് എന്താണ് എന്ന ഒരു ചോദ്യം ഉയരുന്നു. ജർമ്മനി ഈ യുദ്ധത്തിൽ അണിചേരുമോ എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് എത്രമാത്രം ഗൗരവതരമായിരിക്കും എന്ന ചോദ്യം വരുന്നു. ഫ്രാൻസും ജർമ്മനിയും UK-യും ഒക്കെ ഇറാന് നേരെ തിരിയുമോ, അതിൽ ജർമ്മനി യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളാകുമോ? ഇത്തരം ചോദ്യങ്ങൾ അന്താരാഷ്ട്ര സമൂഹം ഉയർത്തുന്നു. ആശങ്കാഭരിതമായ ഒരു സാഹചര്യം തന്നെയാണ് മധ്യേഷ്യയിൽ ഉള്ളത് എന്ന് പറയാതിരിക്കാൻ ആവില്ല. അതാണ് സാഹചര്യം. മധ്യേഷ്യയിലെ പ്രശ്നങ്ങൾ അത്ര കണ്ട് രൂക്ഷമായി മാറുന്നു എന്നതാണ്. പ്രത്യേകിച്ച് യൂറോപ്പിലേക്ക് കൂടി ഇതിൻ്റെ പ്രഹരശേഷി ഉണ്ടാകുന്നു എന്നതാണ് പ്രധാനം. സൈപ്രസിലെ ബ്രിട്ടൻ്റെ കേന്ദ്രങ്ങളിലേക്കും ഇറാൻ നടത്തുന്ന കടന്നുകയറ്റം അത് വലിയ തരത്തിലുള്ള നീക്കത്തിലേക്ക് കൂടി മാറുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി ടെർമിനലിലും ആക്രമണം ഉണ്ടായി. സൗദി ആരാംകോ മാസ് ടനൂറ റിഫൈനറിയിലാണ് തീപിടുത്തമുണ്ടായത്. ഷഹദ് 136 ഡ്രോൺ ആക്രമണമെന്നാണ് നിഗമനം. ഡ്രോണുകളെ പ്രതിരോധിച്ചെങ്കിലും അവശിഷ്ടങ്ങൾ പതിച്ചാണ് തീപിടുത്തമുണ്ടായത്. മുൻകരുതൽ നടപടിയായി സൗദി ആരാംകോ താൽക്കാലികമായി അടച്ചുപൂട്ടി. ആക്രമണത്തിൽ ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഭീകരരാഷ്ട്രങ്ങൾക്കെല്ലാം മുന്നറിയിപ്പുമായിട്ടാണ് ഖമേനിയുടെ വധത്തിന് പിന്നാലെ ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് രംഗത്ത് വന്നത്. സർക്കാരിനെതിരെ രംഗത്തിറങ്ങാൻ ബലൂജികൾക്ക് ആഹ്വാനം നൽകിയ ഇസ്രയേൽ പ്രധാനമന്ത്രി പാകിസ്ഥാനെയും ഉന്നമിടുന്നുണ്ടോ എന്ന ചർച്ചകളും ഇതിനിടെ ഉയർന്നു വരുന്നുണ്ട്. ഈ മാജിക് വാൾ ഇപ്പോൾ ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പോസ്റ്റ്. ഇതിൽ അദ്ദേഹം ഇതിൻ്റെ ട്രാൻസ്ലേഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ അദ്ദേഹം വ്യക്തമായി ഈ ഇറാനിലുള്ള എല്ലാ വിഭാഗം ഒരു എത്നിക് ഗ്രൂപ്പുകളെയും അദ്ദേഹം പരാമർശിച്ച് പറയുന്നുണ്ട്. പ്രധാനമായിട്ടും അപ്പോൾ ഇതിലെ അവസാന വരി നോക്കുകയാണെങ്കിൽ ഓ സിറ്റിസൺസ് ഓഫ് ഇറാൻ, പാരിസ്, കുർദ്സ്, അസറീസ്, അഹ്വാസീസ് ആൻഡ് ബലൂജീസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ ബലൂജിസിൻ്റെ കാര്യമാണ് ഒരു നിർണായകമായിട്ടുള്ളത്. മറ്റെല്ലാ എത്നിക് ഗ്രൂപ്പുകളും അവിടെ തന്നെ ഉള്ളതാണ്. പാർസീസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ കുർദ്സ് പിന്നെ അതിൻ്റെ പിന്നാലെ വരും. അപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും കൂടുതലുള്ള മറ്റ് ഗ്രൂപ്പുകളെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. പക്ഷേ ഈ ബലൂജുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇറാനിൽ ആകെപ്പാടെ ബലൂജുകളുള്ളത് വെറും 2% മാത്രമാണ്. മറ്റു ഭൂരിഭാഗം ഒരു ബലൂചിസ്ഥാൻ്റെ പ്രദേശങ്ങൾ അതുപോലെ തന്നെ ബലൂച്ച് വംശജർ ഏറ്റവും കൂടുതലായിട്ടുള്ളത് പാകിസ്ഥാനിലാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഇതിലൂടെ ഇസ്രായേൽ വ്യക്തമാക്കുന്ന അവരുടെ ഒരു രാഷ്ട്രീയമുണ്ട്. അതായത് ഈ തങ്ങൾ ഈ ആഹ്വാനം ചെയ്യുന്നത് അത് ഇസ്രായേലിലുള്ള ഒരു ഭരണമാറ്റം മാത്രമല്ല, ഇത്തരത്തിലുള്ള എല്ലാ അടിച്ചമർത്തലുകൾക്കും എതിരെയാണ് തങ്ങളുടെ നിലപാട് എന്നതുകൂടിയാണ് ഇസ്രായേൽ ഇതുവഴി പറഞ്ഞു വെക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിലൂടെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ നിരന്തരം പാകിസ്ഥാനിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ നിരന്തരം ഈ ബലൂച്ച് വിഭാഗക്കാർ അവിടെയുള്ള സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ, അതിനുശേഷം ഈ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ചർച്ചകളും കൊണ്ട് ഫലമില്ല എന്നായപ്പോൾ അവിടെ ഈ ബലൂച്ച് ലിബറേഷൻ ആർമി എന്നൊരു സംഘടന രൂപീകരിച്ച് ഇപ്പോൾ സർക്കാരിനെതിരെ ഒളിയുദ്ധങ്ങൾ നടത്തുന്നു. ഇപ്പോൾ അടുത്തിടെയാണ് അവിടെ പല നഗരങ്ങളിലും ഈ ആക്രമണം നടത്തി അവിടെ പല സൈനികരെ ഉൾപ്പെടെ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു അവസ്ഥ അടക്കമുണ്ടായത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ബലൂച്ച് വംശജരെ കൂടി ചേർത്ത് നിർത്തുന്നതിലൂടെ ഇത്തരത്തിൽ ഇറാനെതിരെ മാത്രമല്ല എല്ലാ വിഭാഗത്തിൽ ഉള്ള ജനങ്ങൾ അടിച്ചമർത്തലുകൾ നേരിടുന്ന എല്ലാ പ്രദേശങ്ങളെയും തങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു എന്നൊരു നിലപാടാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇവിടെ സ്വീകരിച്ചിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. പിന്നെ പാകിസ്ഥാനുമായി ഇസ്രായേലിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ചരിത്രപരമായി തന്നെ അവർക്ക് പാകിസ്ഥാനുമായി വലിയ ഒരു നയതന്ത്ര ബന്ധം ഒന്നും അവർ ഇതുവരെ നടത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നയതന്ത്ര ബന്ധം
ബന്ധമോ അല്ലെങ്കിൽ ഇന്ത്യയുമായി ഉള്ളതുപോലെ ഒരു സുഗമമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നുമല്ല ഒരിക്കലും പാകിസ്ഥാനുമായിട്ടുള്ളത്. ഒരു സംഭവം കൂടി ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താം. അതായത് ഇപ്പോൾ ട്രംപിൻ്റെ ഈ ബോർഡ് ഓഫ് പീസിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഗാസ വിഷയത്തിൽ മധ്യസ്ഥത ചർച്ചകൾക്ക് നിന്നുകൊണ്ട്, അതായത് ഈ ഗാസയും ഇസ്രായേലിനെയും തമ്മിൽ മധ്യസ്ഥത ചർച്ചകൾ വഹിച്ചുകൊണ്ട് അവിടെ ഒരു ഭരണമാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പാകിസ്ഥാൻ പ്രതിനിധികളെ വിളിക്കാം എന്നൊരു ട്രംപിൻ്റെ നിർദ്ദേശത്തോട് ഇസ്രായേൽ ഒരു അനുകൂല നിലപാടല്ല സ്വീകരിച്ചത്. അവിടെ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സായിട്ട് പാകിസ്ഥാനിലെ സേനയെ വിളിക്കുന്നത് അത് ഇസ്രായേൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ ഈ മീറ്റിങ്ങിൽ ഈ രണ്ട് രാജ്യങ്ങളെ കൂട്ടിയിരുത്തിക്കൊണ്ടുള്ള ഒരു മീറ്റിങ്ങിന് പാകിസ്ഥാനെ ക്ഷണിച്ചപ്പോൾ ഇസ്രായേൽ അത് വേണ്ട എന്നുള്ളൊരു നിലപാടെടുത്ത് അത് തള്ളിക്കളയുകയാണ് ചെയ്തത്. പാകിസ്ഥാനും ഇസ്രായേലും തമ്മിൽ എപ്പോഴും ഒരു ഭിന്നതയുണ്ട്. അതൊരിക്കലും ഒരു പരസ്യ പോരിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും പല സമയങ്ങളിൽ ഈ ഭിന്നത രൂക്ഷമായി തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഏറ്റവും പുതിയ ഉദാഹരണം കൂടിയാണ് ഈ ബലൂജികളുടെ കാര്യം കൂടി ഈ പ്രസ്താവിച്ചുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ ഈ ബലൂജികളെ അവിടെ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം പോലുമില്ല. കാര്യം ഈ ഇറാനിലെ ഏറ്റവും കൂടുതലുള്ള വിഭാഗം പേർഷ്യൻസ് ആണ്. അതുപോലെ മറ്റു വിഭാഗങ്ങളും അവിടെ ഒരുപാടുണ്ട്. ഈ ബലൂജികൾ ഉള്ളത് വെറും 2% മാത്രമാണ്. അവരെ മെൻഷൻ ചെയ്താലും മെൻഷൻ ചെയ്തില്ലെങ്കിലും അവർക്കൊരിക്കലും അവിടെയുള്ള ഭരണമാറ്റത്തിലോ അവിടെയുള്ള അധികാര ചക്രത്തിലോ വലിയൊരു കാര്യമായ സ്വാധീനമില്ല. പക്ഷേ അവർക്ക് സ്വാധീനമുള്ള മേഖല പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാനും കൂടി ഒരു വ്യക്തമായ സന്ദേശം, അതായത് പാകിസ്ഥാന് മാത്രമല്ല തങ്ങൾക്കെതിരെ തിരിയുന്ന എല്ലാ ശക്തികൾക്കുമുള്ള ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ഇതിലൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിട്ടുള്ളത്. പശ്ചിമേഷ്യൻ സംഘർഷം നീണ്ടുപോകുന്നത് ഇന്ത്യയെ ഗുരുതരമായി ബാധിക്കാനാണ് സാധ്യത. എണ്ണ വിലവർദ്ധനവിനൊപ്പം രാജ്യത്തിൻ്റെ കയറ്റുമതിയെയും ഈ സംഘർഷങ്ങൾ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് സൂചന. ഒരു ദീർഘകാലത്തേക്ക് സാമ്പത്തികമായി ഒരു പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിലവിൽ നടക്കുന്ന സംഘർഷങ്ങൾ, പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിൽ നടക്കുന്ന ആക്രമണങ്ങൾ. അതായത് ഇതുവഴിയുള്ള ഒരു കപ്പൽ ഗതാഗതം നിലച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലേക്കുള്ള ഒരു സാധനങ്ങളുടെ എക്സ്പോർട്ടിനെയും ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഒരു ഇമ്പോർട്ടിനെയും അത് സാരമായി തന്നെ ബാധിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഇതിൻ്റെ ഒരു പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ ഈ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുന്ന ഒരു സാധനങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനം എണ്ണ തന്നെയാണ്. എണ്ണ ഒരു വലിയ ഒരു വിഭാഗമായിട്ടുള്ള സാധനങ്ങളാണ്. കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത എണ്ണയുടെ ഏതാണ്ട് 50% ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് വന്നിട്ടുള്ളത്. ഈ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി, അത് ഒരു അസാമാന്യമായി ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കാനും അത് ഇന്ത്യയിലുള്ള പെട്രോളിയം വസ്തുക്കൾക്കുള്ള വിലയിൽ ഉൾപ്പെടെ സ്വാധീനം ചെലുത്താനും സാധ്യതയുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ഒരു കയറ്റുമതിയെയും ഇത് വലിയ തരത്തിൽ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. കയറ്റുമതി നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും ഈ അരി ഉൽപ്പന്നങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ബസുമതി അരിയുടെ കയറ്റുമതിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇന്ത്യ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അരി അത് വലിയ രീതിയിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബസുമതി അരിയുടെ 25% കയറ്റുമതി ചെയ്യുന്നത് ഇറാനിലേക്കാണ്. അതുപോലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇത്തരത്തിൽ കയറ്റുമതി നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയുടെ. അതുമാത്രമല്ല മറ്റ് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇന്ത്യ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. മറ്റ് ഈ പെട്രോളിയം റിഫൈനറി ഉൽപ്പന്നങ്ങൾ അത് കയറ്റി അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾ അത് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ടെക്സ്റ്റൈൽസ്, അതുപോലെ മറ്റ് കെമിക്കൽസ്, പിന്നെ എഞ്ചിനീയറിംഗ് ഗുഡ്സ്, പിന്നെ ആഭരണങ്ങൾ ഒരു വലിയ പങ്കാണ്. അത് UAE-യിലേക്ക് അടക്കം ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. UAE ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഒരു ഒരു ആഭരണ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ആഭരണങ്ങൾ UAE-യിലേക്ക് ഇന്ത്യ പ്രതിവർഷം കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹോർമുസ് കടലിടുക്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഈ ആഭരണ വിപണിയെയും അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നിരവധി ഇന്ത്യക്കാരടക്കം അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ മോഡൽ ആഭരണങ്ങൾ, ഇത്തരം വസ്തുക്കൾ, ജെംസ്, അതിനൊക്കെ ഒരുപാട് ആവശ്യക്കാർ അവിടെയുണ്ട്. അപ്പോൾ ഇതുവഴിയുള്ള ഒരു ഗതാഗതം അത് നിലയ്ക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വലിയ പ്രതിസന്ധി വരും. അതാണ് സാഹചര്യം. എന്തായാലും ഇന്ത്യ ആശങ്കയോടെയാണ് ഈ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് മാത്രമല്ല തന്ത്രപ്രധാനമായൊരു നിലപാട് ഈ വിഷയത്തിൽ ഇന്ത്യ ഇതുവരെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. മനു ഭരത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. മനു, പ്രധാനമന്ത്രി ഗൾഫ് രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട വ്യക്തികളുമായും അവിടുത്തെ പ്രധാനമന്ത്രിമാരും വിദേശകാര്യമന്ത്രിമാരുമായുള്ള ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ട്.
രണ്ട് കാര്യങ്ങളാണല്ലോ നമുക്ക് മുന്നിലുള്ളത്. ഒന്ന്, വിദേശങ്ങളിലുള്ള ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതരാക്കണം. തൽക്കാലം അവരെ അവിടുന്ന് തിരികെ കൊണ്ടുവരിക എന്നൊരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴാതെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുക. എന്താണ് ഇന്ത്യ ഈ പശ്ചിമേഷ്യൻ സംഘർഷ വിഷയങ്ങളിൽ ഇതുവരെ സ്വീകരിച്ച നീക്കങ്ങൾ? പ്രധാനമന്ത്രി ഇന്ന് ആരൊക്കെയുമായിട്ടാണ് ടെലിഫോണിൽ സംസാരിച്ചത്? സജിത്ത്, ഇപ്പോൾ പ്രധാനമന്ത്രി രണ്ട് സുപ്രധാനമായ ടെലിഫോൺ സംഭാഷണങ്ങൾ നടത്തിയിരിക്കുന്നു. ഒന്ന് ബഹ്റിൻ രാജാവുമായാണ്. കിങ് ഹമാദ് ബിൻ ഇസ അൽ ഖലീഫയുമായി അദ്ദേഹം ചർച്ച നടത്തി. ക്രൗൺ പ്രിൻസും അതുപോലെ പ്രധാനമന്ത്രിയുമായ സൗദി അറേബ്യയുടെ മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൗദുമായും അദ്ദേഹം ചർച്ചകൾ നടത്തി. ഈ രണ്ട് കാര്യങ്ങളിലും, രണ്ട് ടെലിഫോൺ കോളുകളിലും പ്രധാനമന്ത്രി പ്രധാനമായി ഊന്നൽ നൽകിയത് അവിടുത്തെ ഇന്ത്യൻ ജനവിഭാഗത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചും അവരുടെ ക്ഷേമത്തെ സംബന്ധിച്ചുമായിരുന്നു. ഈ ആക്രമണം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അവിടുത്തെ ഇന്ത്യക്കാരായ ഇന്ത്യൻ ഡയാസ്പറ ഏത് തരത്തിൽ ഉള്ള ആശങ്കകളാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ രണ്ട് രാജ്യങ്ങൾ, അതായത് സൗദി അറേബ്യയിലേക്കും ബഹ്റിനിലേക്കും നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെ ഇന്ത്യ അപലപിക്കുന്നു. ഈ രണ്ട് രാജ്യങ്ങളിലേക്കും ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിക്കുന്നു. അവിടുത്തെ ഇന്ത്യൻ വംശജരും ഇന്ത്യക്കാരുമായിട്ടുള്ള ഇന്ത്യൻ പൗരന്മാരുടെയും ഒക്കെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ആശങ്കകളും പ്രധാനമന്ത്രി പങ്കുവയ്ക്കുന്നു. അപ്പോൾ ആളുകളെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരിക എന്നത് നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങേണ്ടി വരും എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഇത്തരം ഒരു സംഭാഷണം നടത്തുന്നതിലൂടെ വ്യക്തമാകുന്നത്. സ്വാഭാവികമായും ഈ യുദ്ധം രൂക്ഷമാകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ പിന്നീട് തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. ഏതായാലും ഇപ്പോൾ തൽക്കാലം അവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാമെന്ന നിർദ്ദേശമാണ് ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ അതെങ്ങനെ ഉരുത്തിരിയും എന്നത് നോക്കി കണ്ട് അറിയേണ്ട ഒരു വിഷയം കൂടിയാണ്. ഏതായാലും ഇപ്പോൾ പുതിയ ഒരു ഇസ്രയേലിൻ്റെ ഒരു പുതിയ പ്രതികരണം വന്നിരിക്കുന്നു. ഇസ്രയേൽ ആർമി പറയുന്നത് ഹെസ്ബുള്ളയുടെ ഇൻ്റലിജൻസ് കമാൻഡറെ തങ്ങൾ വകവരുത്തി. ഈ ഹെസ്ബുള്ളയുടെ ഇൻ്റലിജൻസ് കമാൻഡറുടെ ഇരിക്കുന്ന ഹെഡ് ക്വാർട്ടേഴ്സ് ആക്രമിച്ചു. അവിടെ ഹുസൈൻ മക്ലദ് എന്ന ഹെസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ കമാൻഡറെ വധിച്ചിരിക്കുന്നു എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ഇപ്പോൾ വന്നിട്ടുള്ള മറ്റൊരു പ്രധാന വിഷയം ഈ അമേരിക്കൻ ആക്രമണം കൂടുതൽ രൂക്ഷമാകുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ്. ഇസ്രായേൽ ആർമി ലെബനിലേക്ക് വലിയ ആക്രമണങ്ങൾ നടത്തുന്നു. ലെബനനിലെ 18 ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ കൂട്ടത്തോടെ മാറി താമസിക്കാൻ ആവശ്യപ്പെടുന്നു. അവിടെ ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ വിമാനങ്ങൾ പലയിടത്തും റദ്ദാകുന്നതും അതുപോലെയുള്ള കാര്യങ്ങൾ വലിയ യാത്രാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ 8 യാത്രക്കാരുമായി ഒരു അബുദാബി വിമാനം അവിടുന്ന് പുറപ്പെട്ടതിൻ്റെ ചില വിവരങ്ങൾ പുറത്തു വരുന്നു. ഒപ്പം ഈ റഷ്യ ഈ സിവിലിയൻസിന് മുകളിലുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നു. അതുപോലെ US മിലിറ്ററി അവരുടെ ഇറാനിലെ ആക്രമണത്തെ തുടർന്ന് 4 പേർ മരിച്ചു എന്ന് അവർക്ക് നഷ്ടമായി എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ ഇറാനിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. ഒപ്പം ഈ ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയും ചർച്ചകൾ തുടങ്ങാനുള്ള US അമേരിക്കയും ചർച്ചകൾ തുടങ്ങണം എന്ന ആവശ്യവും മുന്നോട്ട് വയ്ക്കുകയാണ്. സയ്യിദ്, യെസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ത്യ നിർണായകമായ ചില നീക്കങ്ങൾ തന്നെയാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് വിദേശകാര്യമന്ത്രികളുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി ഈ പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം എന്ന വലിയ ആശങ്കയിൽ ഈ കാര്യങ്ങൾ കൂടി പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം കൂടിയുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ ഒരു അമേരിക്കൻ ഇസ്രയേൽ വിമാനങ്ങൾ പരസ്പരം എയറിൽ വെച്ച് റീഫ്യൂലിംഗ് നടത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ അമേരിക്കയും
ഇസ്രയേലും ഒന്നിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇറാനെതിരായ നീക്കങ്ങൾക്കെല്ലാം ഇരു രാജ്യങ്ങളും ഒന്നിച്ചാണ് പോകുന്നത്. അപ്പോൾ അവരുടെ ഒരു ഐക്യം എന്ന രീതിയിലാണ് പ്രചരിക്കപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എയറിൽ വെച്ച് 2 യുദ്ധവിമാനങ്ങൾ റീഫ്യൂവൽ ചെയ്യുന്ന ദൃശ്യങ്ങളാണ്. ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യം എണ്ണ കൈമാറുന്നു എന്ന രീതിയിലാണ്, അവരുടെ ഒരു ഐക്യം എന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിനിടയിൽ മറ്റൊരു നീക്കം കൂടി നടക്കുന്നുണ്ട്. വ്ളാഡിമിർ പുടിൻ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ UAE ഭരണാധികാരിയുമായുള്ള ചർച്ച നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളിലാണ്. ഇതിൽ റഷ്യയുടെ നിലപാട് നിർണായകമാണ്. നമുക്കറിയാം, റഷ്യ ഇപ്പോൾ തന്നെ ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ വലിയ ആശങ്കയിലും പ്രതിസന്ധികളിലുമാണ്. ഇതിനിടയിലാണ് ഈ പശ്ചിമേഷ്യൻ വിഷയം ഉണ്ടാകുന്നത്. കൃത്യമായി റഷ്യയ്ക്ക് മുൻകാലങ്ങളിൽ നിലപാടുണ്ടായിരുന്ന ഒരു വിഷയമാണെങ്കിൽ കൂടിയും ഈ വിഷയത്തിൽ വളരെ കരുതൽ തന്നെയാണ് നീക്കം. പുടിൻ UAE പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ച് പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ കൂടി പങ്കുവച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. മനു ഭരത് തുടരുന്നു. മനു, റഷ്യയുടെ നീക്കം പ്രധാനപ്പെട്ടതാണ്. റഷ്യ എന്തായാലും തൽക്കാലം ഇവിടെ ഒരു കാഴ്ചക്കാരാണെന്ന് മനസ്സിലാക്കണം. UAE-യുമായി നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണോ പുടിൻ ചെയ്തിരിക്കുന്നത്? റഷ്യ 2-3 ഘട്ടങ്ങളിലായി വളരെ നിർണായകമായ ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്ന്, ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ യോഗം നടന്നപ്പോൾ അവിടെ ഈ ആറ്റമിക് എനർജി ഏജൻസിയുടെ തലവൻ റാഫേൽ ഗ്രോസിയുമായി ഉള്ള ഒരു സംവാദത്തിൽ റഷ്യ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇരു വിഭാഗവും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ വേണം, സംയമനം പാലിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം ഈ ആക്രമണം തുടർന്നാൽ, ഈ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം തുടർന്നാൽ അത് ഉണ്ടാക്കാവുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ഒക്കെ വിവരിക്കുകയൊക്കെ ചെയ്യുന്നു. അതീവ ഗൗരവത്തോടെ ഇത് പരിഗണിക്കണം എന്ന ഒരു നിലപാട് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ഒരു ഇടപെടൽ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അതേസമയം ഈ ഇസ്രായേൽ US സഖ്യം അവരുടെ ആക്രമണങ്ങൾ തുടരുന്നു. ഇസ്രായേൽ മറുവശത്ത് ലെബനനിൽ ഈ ഹെസ്ബുള്ള സംഘത്തെയും ആക്രമിക്കുന്നു. അങ്ങനെ ഒരു മധ്യേഷ്യയിൽ മുഴുവൻ പ്രശ്നസങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്നത്. ഏറ്റവും ഇതിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നത് ഈ മധ്യേഷ്യയിൽ, പ്രധാനിച്ച് ലെബനനിൽ 13 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഇന്ന് മാത്രം 13 പേർ കൊല്ലപ്പെട്ടു. സൈപ്രസിൽ ആക്രമണം നടന്നെന്ന വിവരങ്ങൾ വന്നു. ഇസ്രായേലിൽ 10 പേർ കൊല്ലപ്പെട്ടു, 100-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇറാനിൽ 2 ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇറാഖിൽ 5 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ജോർദനിലേക്ക് ആക്രമണം നടന്നു എന്ന വിവരം വരുന്നു. കുവൈറ്റിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 32 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ബഹ്റിനിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു, 4 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഇറാനിൽ 555 പേര് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഖത്തറിൽ 16 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. UAE-യിൽ 58 പേർക്ക് പരിക്കേറ്റു, 3 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒമാനിലും ആക്രമണം. അമേരിക്കയുടെ സേനാ വിഭാഗത്തിൽ 4 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു, 5 പേർക്ക് കനത്ത പരിക്കേറ്റിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ ഒന്ന് ഈ മരണം, അതുപോലെ ഈ യുദ്ധത്തിൻ്റെ കാഷ്വാലിറ്റി ഒരു വശത്ത് വർദ്ധിക്കുന്നതിൻ്റെ വിവരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെൻറ്റർ ഇപ്പോൾ ചില പ്രസ്താവനകൾ നേരത്തെ നടത്തിയിരുന്നു. അത് ഈ മസ്കറ്റിൻ്റെ 52 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ഒരു ബോട്ടിൽ ഒരു സ്ഫോടനം നടന്നത് ഈ എണ്ണ ഗതാഗതം തടസ്സപ്പെടുത്തുമെന്ന ആശങ്ക അവർ മുന്നോട്ട് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഖത്തറിലെ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ റാസ് ലാഫേൻ അവിടെ 2 ഡ്രോണുകളുടെ ആക്രമണം നടന്നുവെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നു. യുകെയുടെ അക്രോത്തൊരി ബേസ് ഉണ്ട് സൈപ്രസിൽ, അതാണ് ഇന്ന് ആക്രമിക്കപ്പെട്ടത്. റാസൽ ഖൈമയിൽ അവിടെ ചില ഇടത്ത് ഈ ഡ്രോൺ തകർത്തപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണ് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതായി വിവരങ്ങൾ വരുന്നു. യുണൈറ്റഡ് കിങ്ഡമിൻ്റെ മാരിടൈം ട്രേഡ് ഓർഗനൈസേഷൻ അവിടെ ഒരു കപ്പലിന് നേരെ, ബഹ്റൈനിലുള്ളൊരു കപ്പലിന് നേരെ മിസൈൽ ആക്രമണം വന്നതായുള്ള വിവരങ്ങൾ അങ്ങനെ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഇന്ന് പലയിടങ്ങളിൽ പല സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ നടക്കുന്നു, ആക്രമണങ്ങൾ തുടരുന്നു, മരിച്ചവരുടെ സംഖ്യ വർദ്ധിക്കുന്നു. ഇതെല്ലാം തന്നെ ആശങ്കയ്ക്ക് വഴിവെക്കുന്നു. ഇത് അധികനാൾ ഈ നിലയ്ക്ക് നീണ്ടുപോകാനാകുമോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. സ്വാഭാവികമായും ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിക്ക് കുറെ കൂടി കടുത്ത നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും എന്ന് നമുക്ക് കരുതാനാകും. യെസ്, ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഇറാന് നേരെ വീണ്ടും അക്രമം ആരംഭിച്ചതായ ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. മൾട്ടിപ്പിൾ സ്ട്രൈക്സ് അക്രോസ് ദ ക്യാപിറ്റൽ. ടെഹ്റാനിൽ വീണ്ടും ചില
നീക്കങ്ങൾ, സൈനിക നീക്കങ്ങൾ ഇസ്രയേലും അമേരിക്കയും നടത്തുന്നു എന്ന സൂചനകൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഇതിനിടയിൽ ഇസ്രയേൽ മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ ബെൻ ഗുറിയോൺ എയർപോർട്ട് അവിടെ നോൺ മിലിറ്ററി ഓപ്പറേഷൻസിന് വേണ്ടി തുറക്കാൻ പോവുകയാണ്. അടച്ചിട്ടിരിക്കുകയായിരുന്നു. മൺഡേ ഈവനിങ്, ഇന്ന് വൈകിട്ട് മുതൽ അത് തുറന്ന് പ്രവർത്തിക്കുമെന്ന അറിയിപ്പ് കൂടി വരുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനിടയിലാണ് ഇറാന് നേരെ വീണ്ടും സ്ട്രൈക്സ് എന്നൊരു സാഹചര്യം കൂടി വരുന്നത്. ഇറാൻ്റെ നീക്കങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുക എന്ന നീക്കമാണ് ഇതിൽ ഉണ്ടാവുന്നത്. മനു, ഒരു കാര്യം കൂടി നമുക്ക് അറിയാം, ഇറാനെതിരായ സൈനിക നീക്കത്ത് ഇനിയും നീണ്ടു നിൽക്കുമെന്ന് ഇന്ന് രാവിലെയാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. കാരണം വലിയൊരു ഭൂപ്രദേശമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ അവിടെ തങ്ങളുടെ സൈനിക നീക്കം ഇനിയും നടത്തേണ്ടതുണ്ട് എന്ന വാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇറാൻ ആവട്ടെ, ഞങ്ങൾ നടത്തുന്നത് പ്രതിരോധം മാത്രമാണ്, തിരിച്ചടിക്കുന്നില്ല അതേ രീതിയിൽ എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ നയമല്ലെന്ന അവർ വാദമുണ്ട്. അപ്പോൾ ഇനിയും പ്രതീക്ഷിക്കണം ഈ നീക്കങ്ങൾ. പ്രത്യേകിച്ച് ഇറാനെതിരെ പുതിയ ചില നീക്കങ്ങൾ, ചില വ്യോമ നീക്കങ്ങൾ നടക്കുന്നു എന്നതാണ് മനസ്സിലാക്കാനാവുന്നത്, അല്ലേ? ഇതിൽ ഇനി ഇത് യുദ്ധം ഏത് തരത്തിലേക്ക് തിരിയും എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ സജീവമാവുകയാണ്. കഴിഞ്ഞ ദിവസം കെയർ സ്റ്റാമറും ബ്രിട്ടനിൽ നിന്ന് കെയർ സ്റ്റാമറും അതുപോലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസുമൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇത് ഇറാൻ്റെ നടപടിയെ അവർ ശക്തമായി അപലപിക്കുകയും ഇത് റെക്ലെസ് സ്ട്രൈക്സ് എന്ന രീതിയിൽ പറയുകയുമൊക്കെ ചെയ്തു. സ്വാഭാവികമായും ഈ യുദ്ധത്തിൽ അവർ അമേരിക്കയ്ക്കൊപ്പം ഒരു കടുത്ത നിലപാടോടുകൂടി നിലയുറപ്പിക്കുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു. ഏതായാലും ജർമ്മനി നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുന്നു. അപ്പോൾ അത് അത്ര കണ്ട് ആശ്വാസം എന്ന് പറയാനേ ആകൂ. കാരണം ഇതിലേക്ക് മറ്റൊരു രാജ്യം കൂടി പങ്കാളിയാകുന്നു എന്നത് അത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും. ഏതായാലും ജർമ്മൻ ചാൻസലർ ഇത് കുറെ കൂടി സംയമനം പാലിച്ചുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് വ്യക്തമാകുന്നത് ഒരു യുദ്ധ പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നത് തടയും എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പക്ഷേ മധ്യേഷ്യയിൽ ഭീകരമായ സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നു. അത് വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുന്നു. US ബേസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അപ്പോൾ ആളുകൾ US ബേസിന് സമീപത്ത് താമസിക്കുന്നവർ മാറി താമസിക്കേണ്ട നിർദ്ദേശമൊക്കെ ലഭിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ സൈറനുകൾ മുഴങ്ങുന്നു, നിർദ്ദേശങ്ങൾ വരുന്നു. ഇതെല്ലാം സാധാരണ ജനജീവിതത്തെ വലിയ തോതിൽ ബാധിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. യെസ്, അതാണ് സാഹചര്യം. ഇതിനിടയിൽ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഖത്തറടക്കമുള്ള രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടായ വ്യോമാക്രമണം, അവിടെ ഈ റിഫൈനറികൾക്ക് നേരെ ഉണ്ടായ ആക്രമണം, അതിൻ്റെ പ്രതിഫലനം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഖത്തർ LNGയുടെ ഉൽപ്പാദനം നിർത്തിവെച്ചതിനെ തുടർന്ന് യൂറോപ്പിലെ ഗ്യാസ് വിലയിൽ വലിയ വർധനമുണ്ട്. ഏകദേശം 50% വില ഉയർന്നു കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സ്വാഭാവികമാണ്, പ്രതീക്ഷിച്ചതാണ്. പ്രത്യേകിച്ചും റിഫൈനറികൾ തന്ത്രപ്രധാനമായ ഇടങ്ങളാണ്. റിഫൈനറികൾ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായി ഒന്നെങ്കിൽ അത് നശിക്കപ്പെട്ടു പോകും, അതല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം താൽക്കാലികമായെങ്കിൽ നിർത്തിവെക്കേണ്ടി വരും. സ്വാഭാവികമായും എണ്ണ ഉൽപ്പാദനത്തെ അത് ബാധിക്കും. അത് യൂറോപ്യൻ കൺട്രീസിനെ ഏറ്റവും അധികം ഈ ഏഷ്യൻ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുടെ എണ്ണ ഉൽപ്പാദനത്തിൻ്റെ കൺസ്യൂമേഴ്സ് ആയിരിക്കുന്നത് യൂറോപ്പാണ്. സ്വാഭാവികമായും ആ രാജ്യങ്ങളിലൊക്കെ പ്രതിസന്ധിക്ക് ഇടവെക്കുമെന്നതാണ് സാഹചര്യം. ഇതിനകം തന്നെ 50% ഗ്യാസ് വില ഉയർന്നു എന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തുവരുന്നത്. അമേരിക്കൻ കോൺഗ്രസിന്റെ അംഗീകാരമില്ലാതെ സൈനിക നടപടികൾ നടത്താനുള്ള ട്രംപിനെ നിയന്ത്രിക്കാനുള്ള പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടത്തണമെന്നാണ് ആവശ്യമുയരുന്നത്. ഡെമോക്രാറ്റുകളടക്കം ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ നീക്കം തടയാൻ പെൻറ്റഗന്റെ ശ്രമമുണ്ട്. നാളെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ നേതൃത്വത്തിലുള്ള സംഘം US കോൺഗ്രസിൽ അക്രമത്തിന്റെ സാഹചര്യങ്ങൾ വിശദീകരിക്കും. ദേശീയ സുരക്ഷാ കൗൺസിലിലെ സ്റ്റാഫിനെ ഇക്കാര്യങ്ങൾ അറിയിച്ചതായും പെൻറ്റഗൺ വ്യക്തമാക്കി. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധം തുടരുന്ന കശ്മീർ താഴ്വരയിലെ പല ഭാഗങ്ങളിലും നിയന്ത്രണം തുടരുകയാണ്. ശ്രീനഗറിൽ അല്പസമയം മുമ്പ് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി. പ്രതിഷേധക്കാരെ പിന്തിരിപ്പിക്കാൻ കണ്ണീർ വാതകം പ്രയോഗിച്ചു. ചില വിഘടനവാദി സംഘടനകൾ ഇന്നും ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും അവധി പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ കേരളത്തിലെയും വിമാന സർവീസുകളെ അടക്കം ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള എല്ലാ സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ റിയാദിൽ നിന്നുള്ള
ഫ്ലൈനാസ്, മസ്കറ്റിൽ നിന്നുള്ള സലാം എയർ എന്നിവ മാത്രമാണ് കരിപ്പൂരിലേക്കും തിരികെ മസ്കറ്റിലേക്കും റിയാദിലേക്കും സർവീസ് നടത്തിയത്. GCC രാജ്യങ്ങളിലെ പ്രതിസന്ധി കരിപ്പൂരിൽ നിന്നുള്ള വിമാന സർവീസുകളെ നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ നിന്നും സർവീസ് നടത്തേണ്ട എല്ലാതും റദ്ദാക്കിയതായിട്ടാണ് വിമാനത്താവള അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് 18 സർവീസുകളാണ് കരിപ്പൂരിൽ നിന്ന് പുറപ്പെടേണ്ടതായിട്ടുള്ളത്. അതുപോലെ 19 സർവീസുകൾ കരിപ്പൂരിലേക്ക് എത്തേണ്ടതായിട്ടുമുണ്ട്. ഇത് രണ്ടും പൂർണ്ണമായും റദ്ദാക്കി. അതായത് 37 സർവീസുകൾ പൂർണ്ണമായിട്ടും കരിപ്പൂരിൽ വരികയും പോവുകയും ചെയ്യേണ്ടതായിട്ടുള്ള 37 സർവീസുകൾ പൂർണ്ണമായി റദ്ദാക്കിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് ഇനി എപ്പോൾ സർവീസ് നടത്തുമെന്ന കാര്യത്തിൽ വിമാന കമ്പനികളുമായിട്ട് ബന്ധപ്പെടണമെന്നാണ് യാത്രക്കാർക്ക് വിമാനത്താവള അധികൃതർ നൽകുന്ന നിർദ്ദേശം. ഇത് സംബന്ധിച്ച് വിമാനത്താവളത്തിന് അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല എന്നും അവർ പറയുന്നുണ്ട്. ഇന്ന് 2 സർവീസുകൾ ഇന്ന് രാവിലെ കരിപ്പൂരിൽ നിന്ന് സർവീസ് നടത്തിയിട്ടുണ്ട്. റിയാദിൽ നിന്നുള്ള ഫ്ലൈനാസും മസ്കറ്റിൽ നിന്ന് സലാം എയറും കരിപ്പൂരിൽ എത്തി. സലാം എയർ 5:04-നും ഫ്ലൈനാസ് 6 മണിക്കുമാണ് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയത്. തുടർന്ന് സലാം എയർ 6:08-ന് മസ്കറ്റിലേക്കും ഫ്ലൈനാസ് 7:27-ന് റിയാദിലേക്കും യാത്ര തിരിച്ചു. മറ്റ് ഒരു സർവീസുകളും വിദേശ രാജ്യങ്ങളിൽ ഒരു സർവീസുകളും ഇവിടെ നിന്ന് ഇന്ന് സർവീസ് നടത്തിയിട്ടില്ല. ഇനി എപ്പോൾ നടത്തുമെന്ന കാര്യത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. നമുക്കറിയാം, കരിപ്പൂർ വിമാനത്താവളം മലപ്പുറത്തിൻ്റെയും പാലക്കാടിൻ്റെയും കോഴിക്കോടിൻ്റെയും കണ്ണൂരിലെയും ഒരു പരിധിവരെയുള്ള വിദേശത്തേക്ക് പോകുന്ന യാത്രക്കാർ ആശ്രയിക്കുന്ന ഒരു വിമാനത്താവളമാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് മാത്രമല്ല യൂറോപ്പിലേക്ക് പോകുന്നവരും GCC വഴിയാണ് അവർ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള സർവീസുകൾ പൂർണ്ണമായി റദ്ദാക്കിയത് യാത്രക്കാരെയും വലിയ തോതിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇവിടേക്ക് എത്തിച്ചേരാനുള്ള യാത്രക്കാരെയും ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രതിസന്ധി അതിനെ എപ്പോൾ അയവ് വരുമെന്നോ എപ്പോൾ സർവീസുകൾ തുടങ്ങുമെന്നോ ഇതുവരേക്കും വിമാനത്താവള അധികൃതർക്ക് വ്യക്തമാക്കാനായിട്ടില്ല. അത് വിമാന കമ്പനികൾ തന്നെ അറിയിക്കും എന്നാണ് വിമാനത്താവള അധികൃതരുടെ വിശദീകരണം. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. മറ്റു വാർത്തകൾ നോക്കാം. കൊല്ലം പോർട്ടിൽ ചരക്ക് കപ്പൽ അടുപ്പിച്ചു. ഹോങ്കോങ്ങിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് പോയ കപ്പലാണ് കൊല്ലം പോർട്ടിൽ അടുപ്പിച്ചത്. പോർട്ടിൽ നങ്കൂരം ഇടുന്നതിന് സഹായം അഭ്യർത്ഥിക്കുകയാണ് ഉണ്ടായത്. ഇടവേളയാണ് മടങ്ങി. ഒറ്റയ്ക്കാണോ വന്നത്? 17 ആള് അങ്ങനെ വന്നിട്ടുണ്ട്. ഒരുമിച്ച് ഗുരുവായൂരിൽ നിന്ന് എല്ലാവരും കൂടി വന്നതാണ്. ഇതുപോലെ തന്നെ എല്ലാവരും വർഷങ്ങളായിട്ട് അങ്ങ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഗുരുവായൂരിൽ നിന്നുള്ള 17 അംഗങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രമല്ല, സംസ്ഥാനത്തിന്റെ ഒട്ടേറെ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് തിരുവനന്തപുരം നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി, വീട് എവിടെയാണ്? എന്റെ വീട് കടയ്ക്കല്. ഇങ്ങനെ എത്ര വർഷമായി പൊങ്കാല അർപ്പിക്കാൻ തുടങ്ങി? ഒരുപാട് വർഷമായി. എല്ലാ ആഗ്രഹങ്ങളും ആറ്റുകാലമ്മ നിറവേറ്റി തരാറുണ്ട്. അല്ലാതെ ആറ്റുകാലമ്മേരെ അനുഗ്രഹം ഉണ്ടല്ലാണല്ലോ ഇങ്ങനെ നടക്കുന്നത്. എന്ത് പറയുന്നു ചേച്ചി, ആറ്റുകാൽ ഇവിടെ വന്ന് ഇങ്ങനെ തിരക്കൊക്കെ കണ്ടപ്പോ? നല്ലതല്ലേ, എല്ലാ വർഷവും വരുന്നവരെന്നെ. ഞങ്ങള് തിരുവനന്തപുരം ജില്ലക്കാരൻ തന്നെ. തിരുവനന്തപുരം ജില്ലയും എല്ലാ ജില്ലയും ഒത്തുകൂടി ഇപ്പോൾ ഒരു എന്താ പറയാ, ഒരു നാടൊന്നാകെ ഒത്തുകൂടിയിരിക്കുകയാണ്. ഒരു സ്ത്രീകളുടെ ശബരിമല എന്നുകൂടിയാണ് ആറ്റുകാൽ ക്ഷേത്രം അറിയപ്പെടുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ സംഗമിക്കുന്ന അവരുടെ തിരുവനന്തപുരം നഗരിയിൽ ഏത് രാത്രിയിലും ഇപ്പം സ്ത്രീകൾക്ക് ഒരു ഭയവും കൂടാതെ മുക്കും മൂലയും സ്ത്രീകളെ കൊണ്ട് ഏറ്റവും കൂടുതൽ നിറഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഇതെന്ന് പറയുന്നത്. അത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇതില്ല. കാരണം ഈ പോലീസിന്റെ ഒരു സുരക്ഷ അത് നമ്മൾ എടുത്തു പറയേണ്ടത്. 4000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി വിന്യസിച്ചിരിക്കുന്നത്. അതിൽ ഡ്രോണിന്റെ ഒരു നിരീക്ഷണം കൂടി ഉണ്ടാകും ഇത്തവണ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിന്റെ കാഴ്ച എത്താത്ത ഏതെങ്കിലും ഒരു ഇടമുണ്ടെങ്കിൽ അതിൽ ഡ്രോണിലൂടെ കണ്ട് അത്രയേറെ സുരക്ഷയാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. രാവിലെ നമ്മൾ മേയർ VV രാജേഷിനെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ്. പോലീസിന്റെ ശക്തമായിട്ടുള്ള സുരക്ഷ, ഈ കോർപ്പറേഷന്റെ ശക്തമായിട്ടുള്ള ഒരു ഏകോപിപ്പിക്കൽ, ഒരു കോർഡിനേഷൻ കൂടി ഇത്തവണ ഉണ്ടാകും. കുടിവെള്ളത്തിന് പോലും തുടക്കത്തിൽ 2 ദിവസം മുൻപൊക്കെ കുടിവെള്ളത്തിന് വലിയ പ്രശ്നമുണ്ടായി എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷെ അതെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. മേയർ ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ആദ്യത്തെ പൊങ്കാലയാണ്. അതിന്റെ ഒരു സന്തോഷം കൂടി ന്യൂസ് 18നോട് പങ്കുവച്ചിരുന്നു. തിരുവനന്തപുരംകാരനാണ്, സ്ഥിര സാന്നിധ്യമാണെങ്കിൽ പോലും മേയർ ആയ ശേഷമുള്ള ഒരു പൊങ്കാല മഹോത്സവം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു സന്തോഷം കൂടി അധികമായി ചേരുന്നുണ്ട്. അങ്ങനെ കൊച്ചി കോർപ്പറേഷന്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എല്ലാ ആളുകൾക്ക് ഇവിടെ എത്തുന്ന ഭക്തർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതെല്ലാം ഉടനെ പരിഹരിക്കും. അതാണ് സജിത്ത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമ്മൾ കാത്തിരിക്കുന്നത്. ഇവിടെ എല്ലാവരും തന്നെ സജ്ജമായി കഴിഞ്ഞു. നിലീന ഒപ്പം നവോമിയാണ് ആറ്റുകാൽ കാഴ്ചകൾ പങ്കുവച്ചത്. എന്തായാലും നഗരം എല്ലാ വർഷവും പോലെ ഭക്തിസാന്ദ്രമാണ്. ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. കോവളത്ത് ഭഗത് റൂഫസ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാകും.
വി അരുൺ വിവരങ്ങൾ വായിച്ചിരുന്നു. അരുൺ, നേരത്തെ തന്നെ ഭഗത് റൂഫസ് സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന വ്യക്തി തന്നെയായിരുന്നില്ല അല്ലേ ഈ ഭഗത് റൂഫസ്? അത് തന്നെയാണ്. നേരത്തെ വെങ്ങാനൂർ ഡിവിഷനിൽ നിന്ന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്നു ഭഗത് റൂഫസ്. അദ്ദേഹം നിലവിൽ RJDയുടെ ഭാഗമാണ്, RJDയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. പക്ഷേ ആ സീറ്റ് കഴിഞ്ഞ തവണ ജനതാദൾ എസ് മത്സരിച്ചാണ്. അവർ പേര് മാറ്റിയപ്പോൾ ISJD, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനത എന്ന പേരാണ് അവർക്ക് സംസ്ഥാനത്ത് ഉള്ളത്. ISJDക്കാണ് ആ സീറ്റ് ഇന്ന് മുന്നണിയുടെ ഉഭയചർച്ചയിൽ, CPM ഉഭയചർച്ചയിൽ CPM വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് ആ സീറ്റ് ISJDക്ക് തന്നെ ലഭിക്കും. RJD ആവശ്യപ്പെട്ടെങ്കിലും അത് നൽകാൻ കഴിയില്ല എന്ന നിലപാട് CPM എടുത്തു. ISJD സീറ്റ് വേണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് ഭഗത് റൂഫസ് നേരത്തെ തന്നെ ISJD അദ്ദേഹവുമായി ചർച്ച നടത്തിയിരുന്നു. മറ്റന്നാൾ ഭഗത് റൂഫസ് ISJDയുടെ ഭാഗമാകും. RJDയിൽ നിന്ന് രാജിവെച്ച് ISJDയിൽ ചേരും. അദ്ദേഹത്തിന് വേണ്ടിയാണ് സീറ്റ് ഇപ്പോൾ ISJD വാങ്ങുന്നത്. ഭഗത് റൂഫസ് സ്ഥാനാർത്ഥിയാക്കാൻ ഏകദേശ ധാരണയായി കഴിഞ്ഞു. ചർച്ചകൾ നേരത്തെ തുടങ്ങിയതാണ്. അങ്ങനെയെങ്കിൽ ഭഗത് റൂഫസ് തന്നെ പാർട്ടി മാറി വരുന്ന ഭഗത് റൂഫസ്, രണ്ടും ജനതാ പാർട്ടികളാണ്, പക്ഷേ രണ്ട് പേരുകളിൽ സംസ്ഥാനത്തുള്ള പാർട്ടികളാണ്. ഏതായാലും പാർട്ടി മാറി വരുന്ന ഭഗത് റൂഫസിനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കാനാണ് ഇപ്പോൾ ISJD ഉദ്ദേശിക്കുന്നത്. നേതൃതലത്തിൽ അതുമായി ബന്ധപ്പെട്ട ധാരണകളായി കഴിഞ്ഞു. മറ്റന്നാൾ അവരുടെ നേതൃയോഗം തിരുവനന്തപുരത്ത് ചേരുന്നു. പക്ഷേ ഇടതുമുന്നണി യോഗം ചേരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കോവളത്ത് ഭഗത് റൂഫസ് സ്ഥാനാർത്ഥിയാകും. കഴിഞ്ഞ കോവളത്ത് മത്സരിച്ചത് ജനതാദളിന് വേണ്ടി മത്സരിച്ച നീലലോഹിദാസൻ നാടാർ, അദ്ദേഹം ഇപ്പോൾ RJDയാണ്. അദ്ദേഹത്തിന് വേണ്ടിയാണ് RJD സീറ്റ് ആവശ്യപ്പെടുന്നതെങ്കിൽ നൽകാൻ കഴിയില്ലെന്നും CPM ശക്തമായ നിലപാട് പാർട്ടി അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഭഗത് റൂഫസിന് വഴി തുറക്കുന്നത്. അരുണ്, ഈ CPMന് മുമ്പ് കൈവശം വെച്ചിരുന്ന സീറ്റാണ് ഇടതുമുന്നണി, പിന്നീട് കൈമോശം വന്ന സീറ്റാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി കോൺഗ്രസ് വിജയിക്കുന്ന സീറ്റാണ്, ജില്ലയിൽ കോൺഗ്രസ് വിജയിക്കുന്ന ഏക സീറ്റുമാണ്. അപ്പോൾ ഈ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുന്ന എന്ത് സാധ്യതയാണ് ഭഗത് റൂഫസിനുള്ളത്? ഇത് ഇടതുമുന്നണിയിൽ തർക്കത്തിന് ഇടവയ്ക്കുമോ, അല്ലെങ്കിൽ നീല ലോഹിദാസൻ നാടാർ ഇത് സംബന്ധിച്ചൊരു തർക്കം ഉന്നയിച്ച പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ടോ? അതിനുള്ള സാധ്യത വിരളമാണ്. കാരണം അത് മുന്നണി കഴിഞ്ഞ തവണ ജനതാദൾ എസിന് നൽകിയ സീറ്റാണ്. അവർക്ക് തന്നെ പാർട്ടിയുടെ പേര് മാറിയെന്നും മാത്രമാണ്. പക്ഷെ അവർക്ക് തന്നെ ഇത്തവണയും ആ സീറ്റ് നൽകാൻ ഇടതുമുന്നണി തയ്യാറാണ്. ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചയിൽ ISJD അത് ആവശ്യപ്പെട്ടു. CPM അത് കഴിഞ്ഞ തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ അത്തരം വച്ചുമാറ്റത്തിനോ ഒന്നും തയ്യാറാവുന്നില്ല. ആ സീറ്റ് അവർക്ക് നൽകാമെന്ന് CPM നേതൃത്വം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ സീറ്റ് അവർ നിർദ്ദേശിക്കുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കും. RJDയിൽ നിന്നും പാർട്ടി മാറി വരുന്ന ഒരാൾ എന്നത് മാത്രമാണ് RJD എന്തെങ്കിലും ക്ലെയിം വെക്കാനുള്ള കാരണം. മത്സരിച്ച നീലൻ ഇപ്പോൾ RJDക്കൊപ്പവുമാണ്. എങ്കിലും കഴിഞ്ഞ തവണ നൽകിയ പാർട്ടിക്ക് തന്നെ ആ സീറ്റ് നൽകാൻ CPM തീരുമാനമെടുത്ത സാഹചര്യത്തിൽ കാര്യമായ തർക്കങ്ങൾക്ക് ഇടയില്ല. സാമുദായിക സമവാക്യങ്ങൾ അവിടെ അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി ഉള്ളത്. ISJDയുടെ പ്രതീക്ഷ അത് തന്നെയാണ്. ഭഗത് റൂഫസ് ഈ കോവളം കൂടി ഉൾക്കൊള്ളുന്ന വെങ്ങാനൂരിൽ നിന്ന് നേരത്തെ വിജയിച്ച ആളാണ്, ജില്ലാ പഞ്ചായത്തിൽ വിജയിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ പിതാവ് റൂഫസ് ഡാനി ദീർഘനാൾ അവിടെ നിന്നുള്ള പഞ്ചായത്ത് അംഗമായിരുന്നു. ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഇടതു നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു റൂഫസ് ഡാനിയിൽ. അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങളും ഇദ്ദേഹത്തിന്റെ വ്യക്തിബന്ധവും ഒക്കെ ഉപയോഗപ്പെടുത്തിയാൽ ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുന്ന പ്രതീക്ഷയാണ് ഇടതുമുന്നണിക്കുള്ളത്. യെസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കോവളത്ത് ഇടതുമുന്നണിയുടെ ആദ്യം തന്നെ ഏറെക്കുറെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ ആവുന്നു എന്നതാണ് സാഹചര്യം. ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഭഗത് റൂഫസ് അവിടെ ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിക്കും. CPMന്റെ സ്ഥാനാർത്ഥി ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ്. CPMന്റെ സിറ്റിംഗ് MLAമാരിൽ MM മണിയും AC മൊയ്തീനും ഇത്തവണ മത്സരിക്കില്ല. ഉടുമ്പൻചോലയിൽ MM മണിക്ക് പകരം KK ജയചന്ദ്രനാവും സ്ഥാനാർത്ഥി. മൊയ്തീൻ്റെ കുന്നംകുളത്ത് M സ്വരാജിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. മണലൂരിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥിനായിരിക്കും പരിഗണന ഉണ്ടാവുക. പാലക്കാട് 2 സിറ്റിംഗ് MLAമാർ മാറി നിൽക്കാനാണ് സാധ്യത. നെന്മാറയിൽ K ബാബുവിനും ആലത്തൂരിൽ KD പ്രസേനനും പകരക്കാർ വരാൻ സാധ്യതയുണ്ട്. 5-ാം തീയതിയാണ് ഇടതുമുന്നണി നേതൃയോഗം ചേരുക. സിറ്റിംഗ് MLAമാർ അല്ലെങ്കിലും വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ മത്സരിപ്പിക്കാൻ CPM ടേം വ്യവസ്ഥയിൽ മാറ്റം വരുത്താൻ തീരുമാനമെടുത്തിട്ടുണ്ട്. 2 ടേം നിബന്ധന അത്തരം മണ്ഡലങ്ങളിൽ, അതായത് ഉറച്ച പാർട്ടി സീറ്റുകളിൽ, ഉറച്ച മുന്നണി വിജയ പ്രതീക്ഷയുള്ള സീറ്റുകളിൽ പുതിയ ആളുകളെ മത്സരിപ്പിക്കാമെന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ചില സീറ്റുകളിൽ മാറ്റം വരുത്താൻ CPM ആലോചിക്കുന്നത്. ഉടുമ്പൻചോലയിൽ KK ജയചന്ദ്രൻ, മുൻ MLA കൂടിയായ CPMന്റെ സംസ്ഥാന സെക്രട്ടറി അംഗം KK ജയചന്ദ്രന്റെ പേരാണ് ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് ശുപാർശ ചെയ്തത്. MM മണിയാണ് അവിടെ നിലവിലെ MLA. അങ്ങനെയെങ്കിൽ MM മണി
ഒഴിവായേക്കും. പകരം കെ ജയേന്ദ്രൻ വീണ്ടും അവിടെ മത്സരിക്കാനാണ് സാധ്യത. കുന്നംകുളത്ത് AC മൊയ്തീനും മാറാനാണ് സാധ്യത കൂടുതൽ. അവിടെ M സ്വരാജ് വേണമെന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ KV അബ്ദുൽ ഖാദർ ജില്ലാ സെക്രട്ടറിയുടെ പേരും അവിടെ ചർച്ചകളിലുണ്ട്. പക്ഷേ ജില്ലാ സെക്രട്ടറിമാർ മത്സരിക്കേണ്ടെന്നാണ് പൊതുവിൽ CPM-ന്റെ ഒരു ധാരണ. പക്ഷേ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം ജില്ലാ സെക്രട്ടറിമാർ മത്സരത്തിന് ഇറങ്ങിയാൽ മതി. അത്തരമൊരു സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്ത് V ജോയിയെ വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കുന്നംകുളത്ത് ബാലാജി എന്ന പേര് കൂടി CPM-ന്റെ സജീവ പരിഗണനയിലുണ്ട്. മണലൂരിലും മാറ്റം വന്നേക്കാം. അവിടെ 3 തവണ മത്സരിച്ച MLA മാറ്റിക്കൊണ്ട് അവിടെ പുതിയ ആള് മുരളി പെരുന്നലിയെ മാറ്റിക്കൊണ്ട് അവിടെ ഒരു പുതിയ പേര് പരിഗണിക്കണമെന്ന ആവശ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. അവിടെയും KV അബ്ദുൽ ഖാദറിന്റെ പേരും അതുപോലെ തന്നെ മുൻ മന്ത്രി കൂടിയായ C രവീന്ദ്രനാഥിന്റെ പേരുമൊക്കെ ആ മണ്ഡലത്തിലും CPM പരിഗണിക്കുന്നുണ്ട്. അവിടെയും മാറ്റം വന്നേക്കാം. പാലക്കാട് നെന്മാറയിൽ K ബാബു തുടർച്ചയായി 2 തവണ ജയിച്ചയാളാണ്. CPM-ന് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. പക്ഷേ അവിടെ പുതിയൊരു പേര് പരിഗണിക്കണമെന്ന ആവശ്യം CPM-നുണ്ട്. ബാബുവിനെ അതുകൊണ്ട് അവിടെ നിന്ന് മാറ്റാനാണ് സാധ്യത. P സരിൻ ഉൾപ്പെടെ പേരുകൾ അവിടെ CPM ആലോചിക്കുന്നുണ്ട്. പക്ഷേ അവിടെ കോൺഗ്രസ് അടുത്തിടെയായി കുറച്ച് ശക്തിപ്പെടുന്നു. അതുകൊണ്ട് തന്നെ K ബാബു തന്നെ മത്സരിക്കണമെന്ന അഭിപ്രായമുള്ളവരും CPM-നുണ്ട്. നാളെ ചേരുന്ന ജില്ലാ സെക്രട്ടറി യോഗത്തിലാകും അതിലൊരു അന്തിമ തീരുമാനമുണ്ടാകുക. ആലത്തൂരിൽ KD പ്രസേനനും മാറിയേക്കാം. അങ്ങനെ സിറ്റിംഗ് സീറ്റുകളിൽ വിജയസാധ്യത ഉറപ്പുള്ള പുതിയ സ്ഥാനാർത്ഥികൾ വന്നാൽ അവരെയും പരിഗണിക്കാനാണ് CPM തീരുമാനം. അതിന്റെ ഭാഗമായാണ് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാൻ CPM ആലോചിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ ഫാംകോയുടെ 26 ബ്രാഞ്ചുകൾ ഒരേ ദിവസം ഒരേ സമയം ഉദ്ഘാടനം ചെയ്തു. തൃശൂരിലെ ആദ്യ ബ്രാഞ്ചിന്റെയും 25 കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെന്ററുകളുടെയും ഉദ്ഘാടനം മരത്താക്കര ധനലക്ഷ്മി ഭവനിൽ ജയരാജ് വാര്യർ നിർവഹിച്ചു. ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വിപിൻ ദാസ് കടകോട്, ഡയറക്ടർമാരായ ശ്യാംദേവ്, സൂരജ് KB, ബിജു S ചുള്ളിയിൽ, സുനിൽ കുമാർ K തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രൂപ്പ് CEO മാത്യു തോമസ്, ഫാംകോ ഫൗണ്ടർ ഫാദർ ആന്റണി സാമി, ഫാംകോ കേരള ഹെഡ് രാജേഷ് കുമാർ, കർണാടക ഹെഡ് സുരേഷ് KP, ഫാംകോ CEO മാത്യു കാട്ടൂക്കാരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് അർഹരായവർക്ക് വീൽ ചെയറുകൾ, തയ്യൽ മെഷീനുകൾ, കിറ്റുകൾ തുടങ്ങിയവ വിതരണം ചെയ്തു. ഇന്ന് എല്ലാ ജനങ്ങളിലേക്ക് എത്തിച്ച ഈ ഫാംകോയെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഇനി നോക്കാം സ്വർണ്ണം വെള്ളി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 15,630, പവന് 1,25,40. 18 ക്യാരറ്റ് ഗ്രാമിന് 12,905, പവന് 1,32,40. വെള്ളി ഗ്രാമിന് 315 രൂപയാണ്, കിലോഗ്രാമിന് 3,15,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റ് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.